പശ്ചിമേഷ്യയിൽ മിസൈൽ ആക്രമണങ്ങൾ തുടർന്ന് ഇറാൻ, സൗദി അറേബ്യ, ഖത്തർ, കുവൈത്ത്, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയെന്നാണ് ഇറാന്റെ വാദം. ഹോർമുസ് കടലിടുക്കിൽ UAE തീരത്തിന് സമീപം ചരക്ക് കപ്പലിന് നേരെ അജ്ഞാത ആക്രമണം. കപ്പലിന് നാശനഷ്ടങ്ങൾ സംഭവിച്ചെങ്കിലും ജീവനക്കാർ സുരക്ഷിതരാണെന്നും ബ്രിട്ടീഷ് മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് അറിയിച്ചു. മേഖലയിലെ മറ്റ് കപ്പലുകൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവിലയിൽ കനത്ത ചാഞ്ചാട്ടം തുടരുന്നു. ബ്രന്റ് ക്രൂഡ് വില 17% ഇടിഞ്ഞ് $80 താഴെ എത്തിയെങ്കിലും പരസ്പര വിരുദ്ധ വാർത്തകൾ വീണ്ടും $90 ഇത് ഉയർത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും വിപണിയെ സംഘർഷം ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. സൗദിയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസ് ലക്ഷ്യമിട്ടെത്തിയ 7 ബാലിസ്റ്റിക് മിസൈലുകളും ഷൈബ എണ്ണപ്പാടം ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിലേക്ക് അയച്ച 16 ഡ്രോണുകളും തകർത്തതായി സൗദി പ്രതിരോധ സേന അറിയിച്ചു. ദേശീയപാത ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊച്ചിയിൽ. പരിപാടിയിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ വിളിച്ചില്ല. പ്രതിഷേധിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ചടങ്ങ് ബഹിഷ്കരിക്കും. BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ പങ്കെടുക്കും.